ഹലോ ഗൈസ്, എല്ലാവർക്കും നെഫ്രക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലിന് അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ വില വർധനയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, 150 അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 220 നിന്ന് കോക്കനട്ട് ഓയിലിന്റെ വില ഇപ്പൊ നിൽക്കുന്നത് ഈ വീക്കിലെ ആവറേജ് മാത്രം നോക്കിയാൽ 400 അല്ലെങ്കിൽ 425 റേഞ്ചിലാണ് കിടക്കുന്നത്. ഇത് 525 വരെ പോയായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന്റെ വില കുറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എൻ്റെ അടുത്ത് പല ആളുകളും വന്ന് സംസാരിക്കേണ്ടേ ഈ പറഞ്ഞ വെളിച്ചെണ്ണയുടെ വിലയെ സംബന്ധിച്ച്. എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് അതിനെപ്പറ്റി പോസിറ്റീവായിട്ടല്ല സംസാരിക്കുന്നത്, എല്ലാവരും അതിനെപ്പറ്റി കംപ്ലൈന്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സാധാരണ ആളുകൾ എപ്പോഴും നമുക്കൊരു വിലക്കയറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെപ്പറ്റി കംപ്ലൈന്റ് ചെയ്യാം. സാധാരണ അല്ലെങ്കിൽ ഒരു പൈസ ഉള്ള അല്ലെങ്കിൽ റിച്ച് ആൾക്കാർ എപ്പോഴും എന്തായിരിക്കും ചിന്തിക്കാം, ഈ എണ്ണയുടെ വില കൂടി, നമ്മൾ ഇതിനെ പറ്റി അല്ലെങ്കിൽ ഇതിനുപരി എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരാളുടെ ഒരു ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ 25,000 രൂപ എന്ന് വിചാരിക്കാം. ഒരു 5 കൊല്ലത്തിന് ആ ആളുടെ സാലറി 30,000 രൂപ ചിലപ്പോൾ ആയിട്ടുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ ഒരു 5 കൊല്ലത്തിൽ 25,000 രൂപ ഇൻക്രിമെന്റ് ചെയ്ത് 30,000 രൂപയ്ക്ക് എത്തി നിൽക്കാം. പക്ഷെ സാധനങ്ങളുടെ വില അതിനനുസരിച്ചല്ല, അതിന്റെ ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് എന്ത് ചെയ്യും, കൂടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ഏൺ ചെയ്യാൻ പഠിക്കണം. ഇപ്പൊ എങ്ങനെയാണ്, ഇപ്പോ നമ്മൾ കേരളത്തിൽ തന്നെ ജനങ്ങള് എല്ലാ ദിനത്തിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. ഇപ്പൊ കുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ തലയിൽ തേക്കാനാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് വേണ്ടിയാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ഈ കേരളത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ഒരാൾക്ക് ഇത് സാധാരണ ഒരു വിലക്കയറ്റമല്ല. ആളുകൾക്ക് ചിന്തിച്ചറിയാൻ പറ്റും, കേരളത്തിൽ 500 ഇനി 1000 ആക്കിയാൽ പോലും ആളുകൾ ഈ പറഞ്ഞ വെളിച്ചെണ്ണ വാങ്ങും. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വെളിച്ചെണ്ണ ഇല്ലാതെ ഒരു ദിവസം പോലും കഴിഞ്ഞു പോകാൻ പറ്റില്ല. അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ആൾക്കാരുടെ ഡിമാൻഡ് മനസ്സിലാക്കി സിസ്റ്റം തന്നെ എന്ത് ചെയ്യാണ്, വില കൂട്ടുകയാണ്. അപ്പൊ ഈ വില കൂട്ടിലൂടെ ആളുകൾക്ക് അറിയാം, അല്ലെങ്കിൽ ഈ വില കൂട്ടുന്ന ആളുകൾക്ക് അറിയാം ഈ പറഞ്ഞ ആളുകളൊന്നും നമ്മൾ പ്രൊട്ടസ്റ്റ്, ഇപ്പൊ നമ്മളിപ്പോ 525 വരെ ആയിരുന്നു, നമ്മൾ എന്ത് ചെയ്തു, കുറെ ന്യൂസ് ചാനലില് ന്യൂസ് വന്നു, അല്ലെങ്കിൽ അത്യാവശ്യം ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടതെന്നാലും നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് വാങ്ങൽ നിർത്തുകയോ ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും അവർക്കറിയാം നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഇതിന് എത്ര കൂട്ടിയാലും നമ്മൾ ഇത് വാങ്ങുന്നത് തന്നെ ചെയ്യും, നമ്മൾ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യും. അപ്പൊ നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇതൊരു സ്ട്രാറ്റജിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം 200 ഉള്ള ഒരു സാധനത്തിന് 400 ആയി കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ഇരട്ടി ലാഭമാണ്. ഇപ്പൊ ഈ വെളിച്ചെണ്ണ എക്സ്പോർട്ട് ചെയ്യുന്ന, ഈ വെളിച്ചെണ്ണയിലൂടെ വരുമാനം കിട്ടുന്ന ആളുകൾക്ക് വെളിച്ചെണ്ണ മാത്രമല്ല, നമ്മുടെ ദിനം പ്രതി ജീവിതത്തിൽ എല്ലാ സാധനങ്ങളുടെ വില കൂടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് വെളിച്ചെണ്ണ, കാരണം വെളിച്ചെണ്ണയുടെ വില ഒരു സാധാ രീതിയിലല്ല കൂടിക്കൊണ്ടിരുന്നത്, ഒറ്റയടിക്കാണ് ഇരട്ടി വില ആയത്. ഇരട്ടി കൂടുതൽ വില, ഒരു 525 എന്നുള്ള നിലയിലേക്ക് വെളിച്ചെണ്ണയുടെ ഇത് വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരിക്കലും നമ്മുടെ സിസ്റ്റത്തിന് കംപ്ലൈന്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനെ മാറ്റാൻ നമുക്ക് പറ്റില്ല. കാരണം അത് നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്തതായിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ സിസ്റ്റം എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പൊ വെളിച്ചെണ്ണയുടെ ഒരു എക്സാമ്പിൾ പറയാം. വെളിച്ചെണ്ണയുടെ വില കൂടി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആലോചിക്കണം, വെളിച്ചെണ്ണ കൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എക്സ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളെ നോക്കിയിട്ട് എന്ത് ചെയ്യണം? അത് ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം വെളിച്ചെണ്ണ വാങ്ങൽ ഒരിക്കലും കേരള അല്ലെങ്കിൽ മലയാളി ജനങ്ങൾ നിർത്തുന്നില്ല. അപ്പൊ 200 എന്നുള്ള നിലയിൽ ഒരു ലിറ്ററിന് ലാഭം കിട്ടിക്കൊണ്ടിരുന്നത് ഇരട്ടിയാവാണ്. സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ കൂടും. അതേപോലെ ആ കമ്പനികളുടെ ഇപ്പൊ നമ്മൾ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിന് ഇരട്ടിയായിട്ട് എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചെന്ത് ചെയ്യും, റിട്ടേൺ കിട്ടും. അപ്പോ നമ്മൾ അങ്ങനെ നോക്കാം, നമുക്ക് വില കൂടുന്ന സാധനമായാലും നമ്മൾ എങ്ങനെ അതിലൂടെ ഉപയോഗപ്പെടുത്താം എന്ന് നോക്കാം. അപ്പോൾ വെളിച്ചെണ്ണ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണ്ടി ഉപജീവന മാർഗം കണ്ടെത്തുന്ന കമ്പനികളിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കാം. ഇപ്പൊ നമ്മൾ സോപ്പൊക്കെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന കമ്പനികളാണ്. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് മിക്ക സോപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വെളിച്ചെണ്ണയുടെ വില കൂടുന്നതോടെ സോപ്പിന്റെ എന്ത് ചെയ്യും, വില കൂടും. അപ്പൊ നമ്മൾ ഇതിലൂടെ ആർക്കാണ് ലാഭം ഉണ്ടാകുന്നത്, ആ കമ്പനി എന്ത് ചെയ്യാം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കാം. അതേപോലെ നമ്മുടെ സാലറി, ഇപ്പൊ എനിക്കൊരു 30,000 മാസം സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സാലറി മാത്രം കണക്കൂട്ടി പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഫ്രീലാൻസിങ്ങോ അല്ലെങ്കിൽ സൈഡിങ്ങോ തുടങ്ങാം. ഒരാൾക്ക് ഒരു 2-3 സൈഡിങ്ങോ എന്തുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ചുറ്റുപാടിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് ജോലി പോവാം. ഇപ്പൊ ജോലി പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ 2 സൈഡിങ്ങോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. അതായത് നമുക്കൊരു സൈഡ് ഇൻകം ഇല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ സാലറി മാത്രം വെച്ച് നമുക്ക് ജോലി പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ജോലി ഇപ്പോ കേരളത്തിലെ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് ജോലി കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പാടുള്ള കാര്യമാണ്. അങ്ങനെ സ്കില്ലുള്ള ഒരാൾക്കാണ് പെട്ടെന്ന് ഒരു ജോലി കിട്ടാന്നുള്ളത് നമുക്ക് ഒരു എളുപ്പമുള്ള അന്നേരം പോലും അത് എളുപ്പമായിരിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീലാൻസ് അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം ഉണ്ടാവുക എന്നുള്ളത് വളരെ നല്ലതാണ്. അപ്പൊ സൈഡ് ഇൻകം വേണമെങ്കിൽ നമുക്കൊരു ജോലി അല്ലെങ്കിൽ ഒരു ഇൻകം പോയി കഴിഞ്ഞാൽ വേറെ 2 ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇൻകം കിട്ടും. അതേപോലെ തന്നെ നമുക്കിപ്പോ ഈ വില കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സാലറി കൂടുന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്കൊരു സൈഡ് ഇൻകം അല്ലെങ്കിൽ സൈഡിലൂടെ വേറൊരു ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലൂടെ കടന്നു പോകാൻ പറ്റും. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കാം, നമ്മൾ സാധാരണക്കാരൻ എന്ത് ചെയ്യും, ഒരു വില വർധന വന്ന ഇപ്പൊ ഓയിലിന്റെ വില കൂടി സാധാരണക്കാരൻ എന്ത് ചെയ്യും, കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരതിനെപ്പറ്റി ഫുൾ ടൈം കംപ്ലൈന്റ് ചെയ്യുക അങ്ങനത്തെ കാര്യമില്ല. പക്ഷെ കാശുള്ളവര് അല്ലെങ്കിൽ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ എന്ത് ചെയ്യും, അവരെപ്പോഴും വിചാരിക്കാം ഇതിന് കാശ് കൂടി അല്ലെങ്കിൽ ഇനി നമുക്ക് അതിനെ ഇരട്ടി എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോ മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നമ്മൾ ആൻഡ്രോയിഡ് പറഞ്ഞ സിസ്റ്റത്തിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യും പഴി ചാരരുത്. നമ്മൾ ആ സിസ്റ്റം എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം എന്നുള്ളത് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ എങ്ങനെ ഈ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് നമുക്ക് ആ മൈൻഡ് സെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആ മൈൻഡ് സെറ്റിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതാണ് നമ്മൾ എപ്പോഴും പറയില്ലേ റിച്ച് പൂർ സ്റ്റേ പൂർ എന്ന്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പൂർ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവരെപ്പോഴും കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ റിച്ച് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണ്, എങ്ങനെ ഏൺ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനത്തിലൂടെ എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ളതാണ് അവരുടെ മൈൻഡ് സെറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ അടുത്ത തവണ ഒരു കടയിൽ ചെന്ന് ഒരു വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഫോർ എവർ ഒരു കൺസ്യൂമർ ആവാണോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡ്യൂസർ ആയിട്ട് അല്ലെങ്കിൽ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോ ഒരു സാധനം വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ഓയിൽ വാങ്ങാൻ ചെന്നാലും എന്ത് ചെയ്യുക, നമ്മൾ ആലോചിക്കുക. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിന് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതേപോലെ ഒരു വീഡിയോസ് നമ്മൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് എടുക്കാനും നിങ്ങൾക്ക് ഒരു വെൽത്ത് ക്രിയേറ്റ് എടുക്കാനും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു പാത്തിലൂടെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റീച്ചിലായിട്ട് അല്ലെങ്കിൽ ആ ലെവലിലായിട്ട് നിങ്ങൾ എത്താൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീഡിയോസിൽ നമ്മൾ സഹായിക്കും. അപ്പോ നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.